നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റൊരു മുറിയിൽ യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നടക്കുന്ന സംഭവം ഇടുക്കിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ഉടുമ്പന്നൂർ പാറേക്കവല മനയ്ക്കത്തണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി ശിവഘോഷ് 20 വയസ്സ്, അതുപോലെ തന്നെ മീനാക്ഷി 20 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ശിവഘോഷ് വാഴക്കുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു. മീനാക്ഷി വാഴക്കുളത്ത് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ D.Ed വിദ്യാർത്ഥിയാണ്. ശിവഘോഷിന്റെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന പാറേക്കവലയിലെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വീട്ടിലാണ്. ബന്ധുവായ ആദർശ് ശിവഘോഷിനെ ഫോണിൽ വിളിക്കുന്നു. പല പ്രാവശ്യം വിളിക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ ഉറ്റവരൊക്കെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ശിവഘോഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ അയൽവാസികളുടെ സഹായത്തോടെ താഴെ ഇറക്കി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് വീടിനുള്ളിൽ കയറിയവരാണ് അടുത്ത മുറിയിൽ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമണ്ണൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മീനാക്ഷിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കിയ പാടുണ്ട്. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൊടുപുഴ DYSP PK സാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശിവഘോഷും മീനാക്ഷിയും പ്രണയത്തിലായിരുന്നുവെന്നും ഇടയ്ക്ക് ഇരുവരും ഇവിടെ വന്നിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തർക്കത്തെ തുടർന്ന് മീനാക്ഷിയെ കൊലപ്പെടുത്തിയ ശേഷം ശിവഘോഷ് ആത്മഹത്യ ചെയ്തതാകാം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണം. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തതയുണ്ടാവുമെന്ന് ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പ്രതികരിച്ചു. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോതമംഗലത്ത് സ്ത്രീയെ കൊലപ്പെടുത്തി ഓടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൃതദേഹം ഓടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം വിശദമായി. ആ വാർത്തയിലേക്ക് കൂടി. ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപ്പെടുത്തി തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേശീയപാതയുടെ അരികിൽ മൃഗാശുപത്രിക്ക് സമീപമാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ വർക്ക് ഏരിയയോട് ചേർന്നുള്ള ഓടയുടെ മാൻഹോൾ വഴിയാണ് മൃതദേഹം തിരികെ കയറ്റിയത്. കുറുപ്പമ്പടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഇരുനില വീട്. മാത്രമല്ല അതിന് മുന്നിലൊരു ഹോട്ടലുണ്ട്. എന്തായാലും ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു. വൈദികൻ വെള്ളിയാഴ്ച വീട്ടിലെത്തി. അപ്പോഴാണ് ഈ കൊലപാതക വിവരം വൈദികൻ തിരിച്ചറിയുന്നത്. കാരണം പരിസരത്ത് ദുർഗന്ധമുണ്ടായിരുന്നു. അപ്പോൾ ദുർഗന്ധം എവിടെ നിന്ന് വമിക്കുന്നു എന്ന അന്വേഷണമാണ് ഈ മൃതദേഹത്തിലേക്ക് നയിച്ചത്. തുടർന്ന് അദ്ദേഹം വിവരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുന്നു. ബുധനാഴ്ച വൈദികൻ എത്തിയപ്പോൾ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർന്നതും തറയിൽ രക്തക്കറ കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മോഷണ ശ്രമമെന്നാണ് പോലീസിൽ ആദ്യം അറിയിച്ചത്. കാരണം എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് കരുതിയത്. അന്ന് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും മൃതദേഹ നടപടികൾക്ക് ശേഷം ഓടയുടെ സ്ലാബ് നീക്കി പുറത്തെടുക്കുകയായിരുന്നു. 60 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ അഴുകിയ നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇവരുടെ മൃതദേഹത്തിൽ വസ്ത്രവും ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി രാത്രി തന്നെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത സ്ഥലത്തെത്തി. മറ്റ് പരിശോധനയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുകയും ചെയ്തു. തെളിവ് ശേഖരിക്കാൻ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. കൊലപാതകമാണ് എന്നാണ് പോലീസ് നിലവിൽ സ്ഥിരീകരിക്കുന്നത്. കാരണം വേങ്ങൂർ സ്വദേശിനിയായ ഒരു 61-കാരിയെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായി എന്ന ഒരു പരാതി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയിട്ടുണ്ട്. അവരാണോ ഇവർ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാലും സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തിനൊടുവിൽ ഇവരുടെ ബന്ധുക്കളെ എത്തിച്ചു. പക്ഷേ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ സ്ത്രീയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. പെരുമ്പാവൂർ ASPയും മൂവാറ്റുപുഴ DYSPയും ഉൾപ്പെട്ട പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്? ആരാണ് അവരെ കൊലപ്പെടുത്തി ആ മാൻഹോളിലേക്ക് മൃതദേഹം തിരികെ വെച്ചത്? മാത്രമല്ല ശരീരത്തിൽ ആഭരണങ്ങളില്ല, അതുപോലെ തന്നെ വസ്ത്രമില്ല. അപ്പോൾ മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണോ? ചോദ്യങ്ങൾ ശക്തമാണ്. മറ്റൊരു പരാതി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അവർ കാണാതായ ആളാണോ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു വ്യക്തത അന്വേഷണത്തിനൊടുവിൽ കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്.